ചിലർ യുദ്ധത്തിൽ ജയിക്കുന്നത് ശത്രുവിനെ കൊന്നാണ്. ചിലർ ജയിക്കുന്നത് ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിച്ചാണ്. ലോക സിനിമയിൽ യുദ്ധത്തെക്കുറിച്ച് നിരവധി സിനിമകൾ വന്നിട്ടുണ്ട്. ചിലത് അസാമാന്യമായ പോരാട്ടങ്ങളുടെ കഥ പറഞ്ഞു, ചിലത് ധീരതയുടെ ചരിത്രം രേഖപ്പെടുത്തി. എന്നാൽ ഒരു തോക്കും കയ്യിലെടുക്കാതെ, ഒരായുധവുമില്ലാതെ യുദ്ധഭൂമിയിലെ ഏറ്റവും വലിയ നായകനായി മാറിയ ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞ സിനിമ വളരെ വളരെ അപൂർവമാണ്. 2016 പുറത്തിറങ്ങിയ ഹാക്സാ റിഡ്ജ് അത്തരമൊരു സിനിമയാണ്. ഇതൊരു യുദ്ധ സിനിമ മാത്രമല്ല, വിശ്വാസം, മനസാക്ഷി, ധൈര്യം, മനുഷ്യസ്നേഹം, അഹിംസ, കടമ എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ ഒരു സിനിമാനുഭവമാണ്. ഈ സിനിമയുടെ അടിസ്ഥാനം യഥാർത്ഥ സംഭവമാണ്. അമേരിക്കൻ സൈന്യത്തിലെ മെഡിക്കായിരുന്ന ഡെസ്മണ്ട് ഡോസ് എന്ന മനുഷ്യൻ്റെ ജീവിതമാണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ച ഡോസ് തൻ്റെ മതവിശ്വാസം കാരണം ഒരിക്കലും ആയുധമെടുക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. അദ്ദേഹം സെവൻത് ഡേ അഡ്വെൻറ്റിസ്റ്റ് വിശ്വാസിയായിരുന്നു. കൊല്ലരുത് എന്ന ബൈബിൾ കൽപ്പന ജീവിതത്തിൽ കർശനമായി പാലിക്കണമെന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് സൈന്യത്തിൽ ചേർന്നെങ്കിലും തോക്ക് ഉപയോഗിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. അന്നത്തെ അമേരിക്കൻ സൈന്യത്തിൽ അത് പലർക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ധൈര്യമാണ് ലോക ചരിത്രത്തിൽ ഇടം നേടിയത്. ഡെസ്മണ്ട് ഡോസിൻ്റെ കഥ സിനിമയാക്കാനുള്ള ശ്രമങ്ങൾ വർഷങ്ങളായി നടക്കുന്നുണ്ടായിരുന്നു. ഡോസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിരവധി നിർമ്മാതാക്കൾ അദ്ദേഹത്തിൻ്റെ ജീവിത അവകാശം വാങ്ങാൻ ശ്രമിച്ചു. എന്നാൽ തൻ്റെ കഥ ഹോളിവുഡ് അതിരുകടന്ന് അവതരിപ്പിക്കുമോ എന്ന ആശങ്ക കാരണം അദ്ദേഹം വർഷങ്ങളോളം അനുമതി നിഷേധിച്ചു. 2006 അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പദ്ധതി വീണ്ടും സജീവമായത്. സംവിധായകനായി എത്തിയതാകട്ടെ പ്രശസ്ത നടനും സംവിധായകനുമായ മെൽ ഗിബ്സൺ. ബ്രേവ് ഹാർട്ട്, അപ്പോകലിപ്റ്റോ, ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായി ഹാക്സാ റിഡ്ജ് മാറി. ഡെസ്മണ്ട് ഡോസിനെ അവതരിപ്പിച്ചത് ആൻഡ്രൂ ഗാർഫീൽഡ്. ഈ കഥാപാത്രത്തിനായി അദ്ദേഹം യഥാർത്ഥ മെഡിക്കൽ പരിശീലനവും സൈനിക പരിശീലനവും നേടി. ഡോസിൻ്റെ ശരീരഭാഷ, സംസാര രീതി, വിനയം എന്നിവ അതീവ സൂക്ഷ്മമായി അദ്ദേഹം പഠിച്ചു, അവതരിപ്പിച്ചു. ഡോറോത്തി ഡോസായി തെരേസ പാൽമർ അഭിനയിച്ചപ്പോൾ ഡോസിൻ്റെ പിതാവായി ഹ്യൂഗോ വാങ്ങെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. ഡെസ്മണ്ട് തോമസ് ഡോസ് അമേരിക്കൻ സൈന്യത്തിലെ മെഡിക്കായിരുന്നു. 1945 ജപ്പാനിലെ ഒക്കിനാവ യുദ്ധത്തിൽ, പ്രത്യേകിച്ച് ഹാക്സാ റിഡ്ജ് എന്നറിയപ്പെടുന്ന മായേദ എസ്കാർപ്മെൻറ്റിലെ രൂക്ഷമായ പോരാട്ടത്തിനിടയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് വീണ്ടും വീണ്ടും യുദ്ധഭൂമിയിലേക്ക് മടങ്ങി പരിക്കേറ്റ സൈനികരെ രക്ഷപ്പെടുത്തി. അന്ന് ഏകദേശം 75 സൈനികരുടെ ജീവൻ അദ്ദേഹം രക്ഷപ്പെടുത്തിയെന്നാണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ ഔദ്യോഗിക വിലയിരുത്തൽ. ഈ അസാമാന്യ ധൈര്യത്തിന് അമേരിക്കയുടെ പരമോന്നത സൈനിക ബഹുമതിയായ മെഡൽ ഓഫ് ഹോണർ ലഭിച്ച ആദ്യത്തെ കോൺസെൻറ്റിയസ് ഒബ്ജക്റ്റർ അഥവാ മനസാക്ഷിയുടെ പേരിൽ ആയുധമെടുക്കാൻ വിസമ്മതിച്ച സൈനികനായിരുന്നു അദ്ദേഹം. അമേരിക്കയിലെ വെർജീനിയയിൽ വളർന്ന ഡെസ്മണ്ട് ഡോസ് ബാല്യത്തിൽ തന്നെ അഹിംസയിലും മതവിശ്വാസത്തിലും വളർന്ന ഒരാളാണ്. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് രാജ്യത്തെ സേവിക്കണമെന്ന് വല്ലാതൊരാഗ്രഹം തോന്നി. എന്നാൽ ഒരു നിബന്ധനയോടെ മാത്രം: താൻ ഒരിക്കലും തോക്ക് കയ്യിലെടുക്കില്ല, ആയുധം കയ്യിലെടുക്കില്ല. ഈ തീരുമാനം കാരണം സഹസൈനികർ അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നുമുണ്ട്. സൈന്യത്തിൽ നിന്ന് പുറത്താക്കാൻ പോലും ശ്രമങ്ങളുണ്ടായി. എന്നാൽ അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഒടുവിൽ മെഡിക്കായി യുദ്ധഭൂമിയിലെത്തുന്നു. ഒക്കിനാവയിലെ രൂക്ഷമായ യുദ്ധത്തിനിടെ മറ്റെല്ലാവരും പിൻവാങ്ങിയ ശേഷവും അദ്ദേഹം ഒറ്റയ്ക്ക് യുദ്ധഭൂമിയിലേക്ക് മടങ്ങുന്നു. വീണ്ടും 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 ഓരോ തവണയും ഓരോ സൈനികനെ രക്ഷിച്ച് കയറിൽ താഴെ ഇറക്കുന്നു. ഓരോ രക്ഷാപ്രവർത്തനത്തിനിടയിലും അദ്ദേഹം ഒരേ പ്രാർത്ഥന ആവർത്തിക്കുന്നു: ലോർഡ്, പ്ലീസ് ഹെൽപ്പ് മീ ഗെറ്റ് വൺ മോർ. ഈ ഒരു വാചകം തന്നെയാണ് സിനിമയുടെ ആത്മാവും. മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ സിനിമ ഏറ്റവും വലിയ ചോദ്യം ഉന്നയിക്കുന്നത്. ഒരു മനുഷ്യനോട് തൻ്റെ മനസാക്ഷിക്കെതിരായി പ്രവർത്തിക്കാൻ സമൂഹത്തിനോ സർക്കാരിനോ ആവശ്യപ്പെടാൻ അവകാശമുണ്ടോ? ഡോസ് രാജ്യത്തെ സേവിക്കാൻ തയ്യാറാണ്, പക്ഷേ തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഈ ധാർമ്മിക നിലപാടാണ് സിനിമയുടെ ഹൃദയം. യുദ്ധസിനിമകൾ സാധാരണ നായകൻ ശത്രുക്കളെ കൊല്ലുന്നു. ഈ സിനിമയിൽ നായകൻ ജീവൻ രക്ഷിക്കുന്നു. അതാണ് ഹീറോയിസം. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഇവിടെ വീരത അളക്കപ്പെടുന്നത് എത്ര പേരെ കൊന്നു എന്നതിലല്ല, എത്ര പേരെ രക്ഷിച്ചു എന്നതിലാണ്.
ഡോസിൻ്റെ വിശ്വാസം വെറും മതാചാരമല്ല, ജീവിതത്തിൻ്റെ അടിത്തറയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനത്തെയും അത് സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ സിനിമ വിശ്വാസത്തെ അന്ധമായി ആഘോഷിക്കുന്നില്ല. സംശയങ്ങളും പരീക്ഷണങ്ങളും നിറഞ്ഞ ഒരു യാത്രയായാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. ധൈര്യം എന്നത് തോക്കെടുത്ത് മുന്നോട്ട് ഓടുന്നതാണോ? അല്ലേ അല്ല. മറ്റെല്ലാവരും പിൻവാങ്ങുമ്പോൾ പരിക്കേറ്റ ഒരാളെ രക്ഷിക്കാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ ധൈര്യമെന്ന് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നു. ഡെസ്മണ്ട് തോമസ് ഡോസ് സുഹൃത്തുക്കളെ രക്ഷിക്കുന്നു. അദ്ദേഹം ആരെയും വെറുക്കുന്നില്ല. യുദ്ധത്തിനിടയിലും മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുമെന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ സന്ദേശം. ബ്രേവ് ഹാർട്ട് എന്ന ഒരൊറ്റ സിനിമയിലൂടെ ലോകമെമ്പാടുമുള്ള ക്ലാസിക് സിനിമാ പ്രേമികളെയും അപ്പോക്കലിപ്റ്റോ എന്ന സിനിമയിലൂടെ ലോകമെമ്പാടുമുള്ള കൊമേഴ്ഷ്യൽ സിനിമാ പ്രേമികളെയും ഒരുപോലെ സ്വാധീനിച്ച വിശ്രുത സംവിധായകൻ മെൽ ഗിബ്സൺ യുദ്ധരംഗങ്ങളെ അതീവ യാഥാർത്ഥ്യത്തോടെയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ശരീരങ്ങളുടെ ചിതറൽ, സ്ഫോടനങ്ങൾ, വേദന, രക്തച്ചൊരിച്ചിൽ ഇവയെല്ലാം പ്രേക്ഷകരെ അസ്വസ്ഥരാക്കുന്ന രീതിയിലാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം യുദ്ധത്തെ മനോഹരമാക്കുക എന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. യുദ്ധത്തിൻ്റെ ക്രൂരത അനുഭവിപ്പിക്കുകയാണ്. അതേസമയം ഈ പോരാട്ട രംഗങ്ങൾക്കിടയിലും കഥാപാത്രങ്ങളുടെ വികാരങ്ങൾക്ക് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ യുദ്ധഭൂമിയുടെ ഭീകരത അതിശക്തമായി ഒപ്പിയെടുക്കുന്ന രീതിയിലാണ് ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണ മികവ്. യുദ്ധത്തിൻ്റെ വേഗതയും ആശയക്കുഴപ്പവും പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുന്ന രീതിയിൽ എഡിറ്റിങ്ങിൻ്റെ വൈദഗ്ധ്യം ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു. യുദ്ധത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന അനുഭവം അത് നൽകുന്നു. വികാരങ്ങളെ നിയന്ത്രിതമായി ഉയർത്തുവാൻ ഇതിൻ്റെ പശ്ചാത്തല സംഗീതം കൊണ്ട് സാധിക്കുന്നു. യുദ്ധരംഗങ്ങളും നിശബ്ദമായ പ്രാർത്ഥനകളും തമ്മിലുള്ള വൈരുദ്ധ്യം സിനിമയുടെ വികാരശക്തി വർദ്ധിപ്പിക്കുന്നു. 2016 നവംബറിൽ ഈ ചിത്രം റിലീസായി. ലോകമെമ്പാടും പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച പ്രതികരണം സിനിമയ്ക്ക് ലഭിച്ചു. ഏകദേശം $40 മില്യൺ ചെലവിൽ നിർമ്മിച്ച ഈ ചിത്രം $180 മില്യൺ വരുമാനം സ്വന്തമാക്കി. 89ാമത് അക്കാദമി അവാർഡിൽ 6 വിഭാഗങ്ങളിൽ നാമനിർദ്ദേശം ലഭിച്ചു ഈ ചിത്രത്തിന്. 2 ഓസ്കാർ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. മെൽ ഗിബ്സണും മികച്ച സംവിധായകനുള്ള നാമനിർദ്ദേശം ലഭിച്ചു. ഹക്സാ റിഡ്ജ് പുറത്തിറങ്ങിയതോടെ യുദ്ധ സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ ദിശ ലഭിച്ചു. വീര്യം എന്നത് ശത്രുവിനെ കൊല്ലുന്നതിലല്ല, മനുഷ്യജീവനെ സംരക്ഷിക്കുന്നതിനുമുണ്ടെന്ന് ഈ സിനിമ തെളിയിക്കുകയും ലോകമെമ്പാടുമുള്ള പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം, മതവിശ്വാസം, അഹിംസ, സൈനിക ധാർമ്മികത തുടങ്ങിയ വിഷയങ്ങളിൽ അക്കാദമിക് ചർച്ചകളിലും ഈ സിനിമ ഇടം നേടി. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ തുടരുകയാണ്. അത്തരം കാലത്ത് ഹക്സാ റിഡ്ജ് ഒരു വ്യത്യസ്ത സന്ദേശം നൽകുകയാണ്. എല്ലാവരും ആയുധമെടുത്ത് പോരാടുമ്പോൾ ഒരാൾക്ക് ജീവൻ രക്ഷിച്ചും ചരിത്രം സൃഷ്ടിക്കാം. ശക്തി എന്നത് നശിപ്പിക്കുന്നതിലല്ല, സംരക്ഷിക്കുന്നതിലൂടെയാണ്. ഹക്സാ റിഡ്ജ് യുദ്ധത്തിൻ്റെ കഥയാണ്. പക്ഷെ അതിലും കൂടുതൽ അത് മനസാക്ഷിയുടെ വീരഗാഥയാണ്. ഒരു മനുഷ്യൻ തൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പിനാൽ ചരിത്രം പോലും മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിച്ച കഥയാണത്. തോക്കില്ലാതെ യുദ്ധഭൂമിയിലേക്ക് നടന്നു കയറിയ ഒരു മനുഷ്യൻ, ആയിരക്കണക്കിന് സൈനികരെക്കാൾ വലിയ ധൈര്യം ലോകത്തിനു മുമ്പ് കാണിച്ചു കൊടുത്ത കഥ. അതുകൊണ്ട് തന്നെ ഹക്സാ റിഡ്ജ് ഒരു യുദ്ധ സിനിമ മാത്രമല്ല, മനുഷ്യത്വം, വിശ്വാസം, ധൈര്യം, ത്യാഗം എന്നിവയെക്കുറിച്ച് ലോക സിനിമ പറഞ്ഞ ഏറ്റവും പ്രചോദനാത്മകമായ യഥാർത്ഥ കഥകളിലൊന്നാണ് ഇത്. യുദ്ധത്തിൻ്റെ നടുവിലും മനുഷ്യസ്നേഹം ജീവിച്ചിരിക്കാമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന മഹത്തായ അനശ്വര ചലച്ചിത്ര കാവ്യം.